വെൽക്കം ടു ലക്കി ഡ്രോ. അതുകൊണ്ട് ഒരിക്കലും സംഭവിക്കില്ല ഡ്രോ. ആരെങ്കിലും ഒരാൾ വിജയിക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കും വിജയിക്കുക. അവർക്ക് ലഭിക്കുന്നു ഡ്രീം ഡേ വിജയിക്കാനുള്ള അവസരം. ഡ്രീം ഡേയുടെ അടിസ്ഥാനത്തിൽ വിന്നറിന് ഞങ്ങളുടെ വക ഈ ഡ്രീം ഡേയുടെ സ്പെഷ്യൽ ഡ്രസ് ഇട്ടുകൊണ്ട് ഇവിടെയുള്ള എന്തും ഫ്രീ ആയിട്ട് വാങ്ങി കഴിക്കാവുന്നതാണ്. പിന്നീട് വിന്നറിന് ഞങ്ങളുടെ ഈ സൂപ്പർ കാർ ഓടിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതിനുശേഷം രാത്രിയിൽ ഞങ്ങളുടെ പൂൾ പാർട്ടിയിൽ എൻജോയ് ചെയ്യാവുന്നതുമാണ്. 24 എന്ന് പറയുന്നത് എന്റെ ലക്കി നമ്പറാണ്. ഞാൻ 24 മണിക്കൂർ ഉറങ്ങാറുണ്ട്. എന്റെ അക്കൗണ്ടിൽ 24 രൂപയാണ് ഉള്ളത്. സോർദാർ വീട്ടിൽ വെച്ച് വീട് വൃത്തിയാക്കാൻ പറയുമ്പോ ഞാനൊരു 24 പ്രാവശ്യം ആലോചിച്ചിട്ട് പറ്റില്ല എന്ന് പറയാറുണ്ട്. എന്റെ നമ്പർ 99 തന്നെ ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഞാൻ അന്നും ഇന്നും എന്നും വളരെ ഭാഗ്യശാലിയാണ്. എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ടോപ്പർ വൈഫൈയുടെ പാസ്വേഡ് ട്രാക്ക് ചെയ്ത് അപ്പൊ തന്നെ ആ വൈഫൈ എനിക്ക് കണക്ട് ആവുകയും ചെയ്യും. And the winner is number 99. ഇത് എന്റെ നമ്പറാണ് 99. ഞാൻ ജയിച്ചു. എന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഡ്രീം ഡേ ജയിക്കണമെന്ന്. വളരെ നന്ദിയുണ്ട്. എങ്കിൽ പറയൂ, ഈ ഡ്രീം ഡേ നിങ്ങൾക്ക് ആരുടെ കൂടെ ആഘോഷിക്കാനാണ് കൂടുതൽ താല്പര്യം? ഉറപ്പായിട്ടും എന്റെ ഫ്രണ്ട്സ് ഹണി, ബണി, സോർദാർ പിന്നെ പോപ്പറ്റിന്റെ കൂടെയും. എന്റെ അമ്മോ, ഇവളെ കണ്ടിട്ട് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി പോലെ ഉണ്ടല്ലോ. അച്ഛൻ എന്നെ പറഞ്ഞു പറ്റിച്ചതാ. ഒരാളെ പോലെ ഒരാൾ മാത്രമല്ല, ഇവിടെ ഇപ്പോ ഒരാളെ പോലെ രണ്ടുപേരുണ്ടല്ലോ. അതെന്തായാലും എന്റെ കാര്യത്തിൽ ഗുണമാണ്. കാരണം അവളുടെ ഈ മുഖഛായ അത് എന്റെ രൂപവുമായി ചേർന്ന് പോകുന്നതാ. ഇനി നോക്കിക്കോ, അവൾക്ക് പകരം ഞാൻ തന്നെ ഡ്രീം ഡേയിൽ പങ്കെടുക്കും. ഞാൻ ഈ ഡ്രീം ഡ്രസ് ഇട്ടിട്ട് പെട്ടെന്ന് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. ഇനി ഈ ഡ്രീം ഡേ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യും. നിന്നെ കണ്ടിട്ട് കിറ്റിയാണെന്ന് തോന്നുന്നില്ല. ഒരു മാലാഖയെ പോലെയുണ്ട്. ഈ മാലാഖയ്ക്ക് വിശക്കുന്നുണ്ടാവല്ലോ. നമുക്ക് ഡ്രീം ഡേ സ്റ്റാർട്ട് ചെയ്താലോ? അൺലിമിറ്റഡ് ഭക്ഷണമേള. ഇന്ന് ഞാൻ കഴിക്കുന്ന കഴിപ്പ് വെച്ച് നോക്കിയാ വയറിനുള്ളിൽ കിടന്ന് കൂവുന്ന കോഴി വരെ വയറ് നിറഞ്ഞു കിടന്നുറങ്ങും. സംശയമുണ്ടോ? എടാ, അതെങ്ങും കാണുന്നില്ല. എന്ത്? കിറ്റിയുടെ എത്തിക്കേറ്റ്സ് കാണുന്നില്ല. അതെന്താ കിറ്റി ആഹാരം ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ടെടുക്കുന്നത് തെറ്റാണ്. എനിക്ക് മനസ്സിലായി. ഇന്ന് കിറ്റിയുടെ ഡ്രീം ഡേ ആണ്. മറ്റുള്ളവരുടെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് ചിലപ്പോൾ അവളുടെ ഡ്രീം ആയിരിക്കും. ആശാനോ? എന്തോന്ന്? ഇവളിത് ഏത് സ്ലാങ്ങിലാ ഇപ്പൊ സംസാരിക്കുന്നത്? ഡ്രീം ഡേ അങ്ങനെ സംസാരിക്കുന്നത് അവളുടെ ഡ്രീം ആയിരിക്കുമെന്നേ. എടാ, ഇവളുടെ ഡ്രീം കാരണം ഞാൻ എന്റെ കയ്യിൽ കടിച്ചു. അതിനിപ്പോ ആര് സമാധാനം പറയും? നീ അതിങ്ങതാ, ഞാൻ ചെക്ക് ചെയ്യാം. വല്ല മായം ചേർത്തിട്ടുണ്ടോന്ന് അറിയാലോ. ഓ ഇല്ല, ഇതിൽ മായൊന്നും ചേർത്തിട്ടില്ല. എന്നാ പിടിച്ചോ. ഇനി ഞാൻ അടുത്തതായി സൂപ്പർ കാറിന്റെ റൈഡിന് പോവാട്ടോ. റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ കാർ കിട്ടില്ല. ആദ്യം കാർ എടുത്തിട്ടാണ് റോഡിലോട്ട് പോവാൻ. എടാ, ഞാൻ റൈഡ് എന്നാ പറഞ്ഞ റൈഡ്. എടാ, ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ എന്ത് പറയാനാ? എനിക്ക് എന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ഡ്രീം ഡ്രീം കിറ്റിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഡ്രീമിൽ പോലും പ്രതീക്ഷിച്ചില്ല. സംശയമുണ്ടോ?
ഈ കാറിൽ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇത് ഇമ്പോർട്ടഡ് കാറാണ്. ഇതിന്റെ സ്റ്റിയറിംഗ് ലെഫ്റ്റിലാണുള്ളത്. റൈറ്റ്. റൈറ്റ് അല്ലടേ, ലെഫ്റ്റ്. ഞാൻ നീ പറഞ്ഞു കേട്ടിട്ട് അതിന്റെ മറുപടി പറഞ്ഞതാണ്. റൈറ്റ്, യു ആർ റൈറ്റ്. എന്നാ വാങ്ങിട്ട് പോവാം നമുക്ക്. അപ്പൊ റെഡിയല്ലേ? അല്ല, ഞങ്ങള് ഹണി, ബണി, പോപ്പാട്ട് പിന്നെ സോർദാറാണ്. അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? കിറ്റിയുടെ വേഷത്തിലെ കാർ ഓടിക്കാൻ നല്ല രസമുണ്ട്. അടിപൊളി. മുൻപിൽ റെഡ് സിഗ്നലുണ്ട്. ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യണം. റൂൾസ് എല്ലാം മാറ്റാൻ തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ എല്ലൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അതായിരിക്കും പോലീസ് പറയാൻ പോകുന്നത്. ലിഫ്റ്റ്, ലിഫ്റ്റ്. അയ്യോ, ഇത് കറുത്തയല്ലേ? കാർ ഓടിച്ച് എന്നെ പുറത്ത് വെള്ളമാക്കി. സോപ്പില്ലാതെ തന്നെ ഞാനിപ്പോ കുളിച്ചു. കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. വണ്ടി ഓടിച്ച കിറ്റിയാണ്. എന്റെ പൊന്നോ കിറ്റി, നിന്റെ കൂട്ടുകാരെ സഹായിക്കുന്ന കാര്യത്തിൽ നീ ഒരു വീഴ്ചയും വരുത്താറില്ലല്ലോ. നീ പിന്നെന്താ കറുത്തയ്ക്ക് ലിഫ്റ്റ് കൊടുക്കായിരുന്നേ? ആകെ നനഞ്ഞു. അതെന്തായാലും നന്നായില്ലേ? വെള്ളമാണെന്നുണ്ടെങ്കിലും വളരെ വിലപ്പെട്ടതാ. അവനെ ഞാൻ ഫ്രീ ആയിട്ട് കുളിപ്പിച്ചില്ലേ? കിറ്റി സൂക്ഷിച്ച്. കാർ നീ ഒരുപാട് നേരം ഓടിച്ചു കിറ്റി. നീ ഇനി റെസ്റ്റ് എടുക്ക്. വൈകിട്ട് പാർട്ടിക്ക് പോവേണ്ടല്ലേ? നമുക്ക് വീട്ടിൽ പോകാം. ഡ്രീംഡേയുടെ ഒപ്പം തന്നെ ഇവരുടെ കൂടെ താമസിക്കാനുള്ള സുവർണ അവസരവും ലഭിക്കും. ഹലോ, വാതിലൊന്ന് തുറക്ക്. അവിടെ ആരെങ്കിലും ഉണ്ടോ? എന്റെ പിള്ളേരെ, കഴിഞ്ഞ വർഷമാണ് കേരളത്തിൽ വെള്ളം പൊങ്ങിയത്. എന്തായാലും നിങ്ങൾ കൃത്യസമയത്താണ് വീട്ടിലെത്തിയത്. അടികൈ. രാമേട്ടാ, വേഗം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ. വിജയ് അഭിനയിച്ച മോഹൻലാൽ ചിത്രമായിരുന്നു ജില്ല. ഞാൻ ഖന്നയാണ്, അല്ലാതെ നിന്റെ രാമേട്ടനല്ല. ഇന്ന് കിറ്റിയുടെ ഡ്രീം ഡേ ആണ്. അതിന്റെ അർത്ഥം കന്ന സാറിനെ രാമോട്ടെന്ന് വിളിക്കുന്നത് കിറ്റിയുടെ ഡ്രീം ആണ്. കൊള്ളാലോ. ചേഞ്ചിങ് റൂമിൽ ഇങ്ങനെ ലോക്കായി കിടക്കുന്നത് നിങ്ങളെ ഡ്രീമിൽ ഉൾപ്പെടുന്നതായിരുന്നോ? അയ്യോ, ഇവരെല്ലാരും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടാ പോയത്? കൊടുങ്കാറ്റ് വരാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി കൊടുങ്കാറ്റുണ്ടാകും. എന്നെ എല്ലാരും കൂടെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടാ പോയത്? ആ? അയ്യോ, ഇവളിതെങ്ങനെ ഇവിടെ എത്തിയത്? എന്റെ പിള്ളേരെ, കുങ്ഫുയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് സി സി സു സു. എന്റെ കണ്ണിൽ കാണുന്നുണ്ട് കിറ്റിയെ, അതും 2 2 2. അടികൈ. അല്ല, ഇതില് നമ്മുടെ കിറ്റി ഏതാണ്? ഞാനാണ് കിറ്റി. ഞാനാ കിറ്റി. ഞാനാണ് കിറ്റി. അല്ല, ഞാനാ കിറ്റി. നീയാണോ കിറ്റി? നീയാണോ കിറ്റി? ഞാൻ പറയുന്നത് ഈ ഞാൻ തന്നെയാണ് കിറ്റി. എനിക്ക് തോന്നുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് കിറ്റിയാണെന്നാണ്. അല്ല, നിനക്കെങ്ങനെ അറിയാം ഇതാണ് ഒറിജിനൽ കിറ്റിയെന്ന്? കൂട്ടുകാരെ, ഇങ്ങനെയാണെങ്കിൽ കിറ്റിയെ തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് കണ്ടുപിടിക്കണം ഒറിജിനൽ കിറ്റി ആരാണെന്ന്. കിറ്റിയുടെ ഫേവറേറ്റ് ഡ്രസ് ആരാണ് എടുത്തോണ്ട് വരുന്നത്? അവരായിരിക്കും യഥാർത്ഥ കിറ്റി. കിട്ടിപ്പോയി എന്റെ ഫേവറേറ്റ് ഡ്രസ്. ഞാൻ കൊണ്ടുവന്ന എന്റെ ഫേവറേറ്റ് ഡ്രസ്. വീട്ടിന്റെ അടുത്ത് പടർന്നു വരുന്നുണ്ട് നല്ല ഒന്നാം തരം മുല്ല. ഡ്രസ്സാണ് കാണിക്കേണ്ടത്, അല്ലാണ്ട് ഡ്രസ്സിന്റെ പെട്ടിയല്ല. ഇതാണ് എന്റെ ഫേവറേറ്റ് ഡ്രസ്. ഇവൾ ചതിക്കുകയാണ്. ഹണി ബണി, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഒരു ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട്. ശരിക്കുള്ള കിറ്റിക്ക് ജൂഡോയും കരാട്ടയൊക്കെ അറിയാം. നിങ്ങൾ ജൂഡോയും കരാട്ടയും ചെയ്ത് എന്നെ തോൽപ്പിക്കേണ്ടി വരും. നീ എന്താണ് ഈ പറയുന്നത് ബണി? നിനക്ക് പരുക്ക് പറ്റും. അതാണ് എന്റെ പ്ലാൻ. വേനൽക്കാലത്ത് നാട്ടിലെ കുളങ്ങളെല്ലാം വറ്റി. കരാട്ടെ സ്റ്റെപ്പ് കാണിച്ച് തകർക്ക് കിറ്റി.
ഡ്യൂപ്ലിക്കേറ്റ് കിറ്റി അവളല്ല, നീയാ. കാരണം ശരിക്കുള്ള കിറ്റി അവളുടെ പാവ നശിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല. സംശയമുണ്ടോ? ശരിക്കുള്ള കിറ്റിക്ക് മാത്രമേ ഈ പാവയെ ഇത്രയും സ്നേഹിക്കാൻ കഴിയൂ. ഇനി നീ നേരിട്ട് കണ്ട എന്റെ ജൂഡോയും കരാട്ടയും. നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്റെ ഡ്രീം ഡേ തട്ടിയെടുക്കാനാ ശ്രമിച്ചത്. അതുകൊണ്ടാ ഞാൻ നിന്നെ പോലെ അഭിനയിച്ചത്. ഐ ആം സോറി. ഓ, അതാണോ കാര്യം? നീ ഇതെന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. മാത്രവുമല്ല, ഡ്രീം ഡേ ഇതുവരെ അവസാനിച്ചിട്ടുമില്ല. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വൈകുന്നേരം നടക്കുന്ന പൂൾ പാർട്ടിയിൽ നിനക്കും പങ്കെടുക്കാം. ഒരുപാട്